കർത്താവിന്റെ അതിപരിശുദ്ധമേറെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൈഫ് ഇൻ ക്രൈസ്റ്റിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. ഈ നല്ല സമയം പ്രിയ ദൈവപൈതലേ, നിങ്ങളായിരിക്കുന്ന ദേശത്തിന്റെ വിളക്കുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളുടെ ദേശക്കാർ കർത്താവിനെ അറിയുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഈ നല്ല സമയം എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവപൈതലേ, പ്രാപിച്ച താലന്തുകൾ മറച്ചുവെച്ച് എന്നെക്കൊണ്ട് ഒന്നിനും കഴിയത്തില്ല, ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നൊക്കെ ഓർത്ത് ഭാരത്തോടെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയാതെ മറഞ്ഞിരിക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാണ്. നിങ്ങളുടെ മേൽ സ്വർഗം പകർന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ ജ്വലിച്ചു പ്രകാശിക്കത്തക്ക നിലവാരത്തിൽ, അനേകർക്ക് പ്രകാശമായി തീരത്തക്ക നിലവാരത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. നിങ്ങളിൽ ദൈവം നൽകി തന്നിരിക്കുന്ന നല്ല നിക്ഷേപങ്ങളെ, നല്ല താലന്തുകളെ, ആ വെളിച്ചത്തെ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ അനേകർക്ക് പ്രകാശമായി തീരത്തക്ക നിലവാരത്തിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഗോഡ് ബ്ലസ് യു.